നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഇടിച്ചക്കത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇടിച്ചക്ക എന്ന് പറയുന്നത് അധികം മൂക്കാത്ത ചക്കയാണ്. ചക്ക ഉണ്ടായിട്ടൊരു 1 മാസം മുതൽ 1.5 മാസത്തിൻ്റെ ഉള്ളിൽ പറിക്കുകയാണെങ്കിൽ നമുക്ക് തോരൻ വെക്കാൻ പാകത്തിന് മൂപ്പുള്ള ഇടിച്ചക്ക കിട്ടും. ഇതിൻ്റെ മുള്ള് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കൈ അത്ര വേദന എടുക്കില്ല. അതുപോലെ തന്നെ ചക്കയ്ക്ക് നല്ലൊരു പച്ചക്കളറും ഉണ്ടാകും. ഇതിൻ്റെ തോല് എത്തിക്കളയുമ്പോൾ പശയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലും കത്തിയിലും കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണയാക്കുമ്പോൾ ചെത്തുന്ന സമയത്ത് കൈ തെന്നിപ്പോകരുത്, അതൊന്ന് നോക്കണം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ മുള്ളുള്ള ഭാഗമില്ലേ, അതൊഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗവും ഉപയോഗിക്കാം. അതുകൊണ്ട് ആദ്യം ആ മുള്ളുള്ള ഭാഗങ്ങൾ ചെത്തിക്കളയാം, തോലങ്ങ് ചെത്തിക്കളയാം. പശ വരുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് ഒരു പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു തുണിയും കൊണ്ടോ ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇതിൻ്റെ ആ മടൽ വെച്ചിട്ട് തന്നെ അങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇടിച്ചക്ക പാകത്തിനുള്ള മൂപ്പാണെങ്കിൽ അതിൻ്റെ നടുഭാഗമില്ലേ, കട്ടിയുള്ള ഭാഗം, അതൊക്കെ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി അതല്ല ഇടിച്ചക്ക കുറച്ചും കൂടെ മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുഭാഗമില്ലേ, കൂഞ്ഞിൽ ഭാഗം, അത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. വേണമെങ്കിൽ അതൊന്ന് ചെത്തിക്കളയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രം, മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രം. നന്നാക്കിയതിന് ശേഷം ഇതൊരു 750 ഗ്രാം ഉണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ചട്ടിയിലല്ല വേവിക്കുന്നതെങ്കിൽ, കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇതിലേക്കൊരു 1 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. കുക്കറിലേക്ക് ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1.25 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെന്ത് പോകും. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചക്ക പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി എടുത്താൽ മതി. ഞാനിപ്പോൾ ചട്ടിയിലാണ് വേവിക്കാൻ വെച്ചത്. അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബാക്കിയും കൂടി അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമ്മളിതുപോലെ കൈ കൊണ്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ അതിൻ്റെ കട്ടിയുള്ള ഭാഗമില്ലേ, നടുഭാഗം, അതിൽ നിന്ന് ചക്കയൊന്ന് പതുക്കിയൊന്ന് വിട്ട് വന്നാൽ മതി. വെന്ത് വന്നിരിക്കുന്ന ഈ ചക്ക നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും അരപ്പൊന്ന് റെഡിയാക്കി വെക്കാം. ഇതൊരു 1.5 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങ ഒരേ വലിപ്പത്തിൽ ചെറുതായിട്ടാണ് ചിരകിയിരിക്കുന്നതെങ്കിൽ ചതയ്ക്കേണ്ട ആവശ്യമില്ല. അതല്ല വലുതായിട്ടാണ് ചിരകിയിരിക്കുന്നതെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒറ്റ തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കൊരു 8 കാന്താരി മുളകും കൂടെ ചതച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തതാണ്, എന്നാലും അരപ്പ് വെളുത്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തത്. മഞ്ഞൾപ്പൊടിയും കാന്താരി മുളകും കൂടെ ചേർത്ത് തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി തിരുമ്മിയെടുത്താൽ മതി. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് തിരുമ്മിയെടുത്താൽ മതി. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയൊന്ന് ഇടിച്ചെടുക്കണം. ഇതുപോലെ ഇടികല്ലിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ഇത് നമ്മൾ അമ്മിക്കല്ലിലിട്ടിട്ടാണ് സാധാരണ ചതച്ചെടുക്കുക. അമ്മിക്കല്ല് ഇല്ലാത്തവർക്ക് ഇതേപോലെ ചതച്ചെടുക്കാം. ഇത് 1-2 മാത്രമേ നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ടിംഗ് ബോർഡിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണം വെക്കാം. എന്നിട്ട് ഇടികല്ലുകൊണ്ട് തന്നെ ഇതുപോലെ ചെരിച്ച് പിടിച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതായിരിക്കും കൂടുതൽ എളുപ്പം. ഇതേപോലെ മുഴുവനങ്ങ് ചതച്ചെടുക്കാം. ഇപ്പോൾ അരപ്പും റെഡി ആയിട്ടുണ്ട്. വേവിച്ച ചക്ക ഇതുപോലെ ഇടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തോരന് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് മുഴുവൻ പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 2 ടീസ്പൂൺ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അരിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുകയാണെങ്കിൽ തോരന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അരി മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 5 ചെറുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണെന്ന് പറയുന്നത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ തോരന് നല്ലൊരു വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എണ്ണയിലേക്ക് ഇടുന്നതിന് പകരമായിട്ട് നേരത്തെ നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തില്ലേ, അതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിലും തോരന് നല്ല വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കിട്ടും. അതുപോലെ ഈ ഒരു തോരനിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ കുരുമുളക് ചേർക്കുകയാണെങ്കിൽ തോരന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന
ഇടിച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചക്ക വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കളയേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുമ്പോഴേക്കും ആ വെള്ളം അങ്ങ് വറ്റി കിട്ടിക്കോളും. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. രുചികളൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റും കൂടി ഒന്ന് ആവിയേറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണേ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എരിവും പാകമാണെന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ആവിയേറ്റിയെടുക്കുന്നുണ്ട്. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആവിയേറ്റിയെടുക്കുന്നുണ്ട്. തുറന്നു നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചോറിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ അങ്ങ് ഡ്രൈ ആക്കിയെടുക്കാം. ഇനി അതല്ല കുറച്ച് കുഴഞ്ഞിരിക്കുന്ന തോരനാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.